പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയാൽ അവിടെ ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. അവിടെയും ഓണാഘോഷം വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഡാന് അവിടെ ഓണത്തിന് പ്രത്യേകമായ വൈശിഷ്ട്യമായ ചടങ്ങുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഭക്തജനങ്ങളുടെ വലിയൊരു സാന്നിധ്യവുമുണ്ട്. മറ്റെന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്? പുലർച്ചെ 3 മണിയോടെയാണ് ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നട തുറന്നത്. അവിടെ രാവിലെ തിരുവോണ ദിനത്തിൽ ദർശനം തേടി, പത്മനാഭൻ്റെ ദർശനം തേടി നിരവധി ആളുകളാണ് പുലർച്ചെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓരോ നടയിലേക്കും എത്തിയത്. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേ നടയിലാണ്. ഈ കിഴക്കേ നടയിൽ നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ തിരുവോണ ദിനത്തിൽ പത്മനാഭൻ്റെ അനുഗ്രഹം തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അന്യനാടുകളിൽ നിന്നുള്ള ഭക്തരും ഇവിടേക്ക് എത്തുന്നു, സന്ദർശകരും എത്തുന്നു എന്നതാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം. തിരുവോണ ദിനത്തിൽ ഇവിടെ എത്തി ദർശന പുണ്യം തേടുക എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചൊരു സുഹൃതം കൂടിയാണ്. എവിടുന്നാണ് വരുന്നത്? തൃശ്ശൂര്. ആദ്യമായിട്ടാണോ? തിരുവനന്തപുരം ഫാമിലിക്ക് ആദ്യമായിട്ടാ. ആണോ? ഓക്കെ. എങ്ങനെയുണ്ട് ദർശനം തേടി? പോകുന്നേ ഉള്ളോ? ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട്? തൃശ്ശൂരേക്കാളും കൊള്ളാം? തൃശ്ശൂരിനേക്കാളും അങ്ങനെയില്ല, എന്തായാലും കൊള്ളാം. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറായിട്ട്. ദർശനം കഴിഞ്ഞോ അതോ പോകുന്നോ? ഇല്ല, പോകണല്ലോ, പോന്നിട്ടുള്ളൂ. അപ്പോൾ ഹാപ്പിയാണോ? ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്മനാഭൻ്റെ നടയിലേക്ക് അനുഗ്രഹം തേടി തിരുവോണ ദിവസം ഏറ്റവും സുഹൃതം നിറഞ്ഞ ഒന്നാക്കി മാറ്റാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ഇവിടെ ഭക്തരെ വരവേറ്റുകൊണ്ട് വലിയൊരു അത്തപ്പൂക്കളം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ചിത്രങ്ങൾ പകർത്താനും അതിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കുന്നതിനുമൊക്കെയായിട്ടാണ് ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി രാവിലെ കാലാവസ്ഥ അല്പം പ്രതികൂലമായിരുന്നു. മഴ ഇടയ്ക്ക് ഒന്ന് പെയ്ത് മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടേക്കുള്ള ഭക്തരുടെ ഒഴുക്കിനെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. അതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും ഈ ദിവസം പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് പത്മനാഭൻ്റെ അനുഗ്രഹം തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.